ഓം ശ്രീ മഹാഗണപതി നമ. ഓം ശ്രീ സരസ്വതി നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 4. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. ഈ ശ്ലോകത്തിൽ ലക്ഷ്മി ദേവി അസ്ഥിരയാണ് എന്ന് എല്ലാവരും പറയാനുള്ള കാരണം എന്താണെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, സമ്പത്തും ഐശ്വര്യവും ഒന്നും ആർക്കും സ്ഥിരമായി നിലനിൽക്കില്ല, ഇന്ന് പണക്കാരനായവൻ നാളെ പാവപ്പെട്ടവനായും മറിച്ചും സംഭവിക്കാമെന്നൊക്കെ. അതിനെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ ഓരോ വരികളുടെ അർത്ഥം നോക്കാം. തത്താദൃങ് മധുരാത്മകം തവ വപു. തത്താദൃങ്, തത് അത്, ആദൃങ് മുൻപ് പറഞ്ഞതുപോലെ, മധുരാത്മകം മാധുര്യമേറിയതായിട്ടുള്ള, തവ വപു തവ അങ്ങയുടെ, വപു ദേഹം. അപ്പോൾ മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അത്രയും മധുരാത്മകമായിട്ടുള്ള അങ്ങയുടെ ദേഹം സംപ്രാപ്യ സ്വന്തമായി കിട്ടിയിട്ടും, സമ്പന്മയീ സാദേവി സമ്പന്മയി സമ്പദ് സ്വരൂപിണിയായിരിക്കുന്ന സാദേവി മഹാലക്ഷ്മി ദേവി പരമോത്സുക അത്യധികം അനുരക്തയായിരിക്കുന്നു. എവിടെ? അവിടുത്തെ ആ മനോഹര ദേഹത്തിലും അവിടുത്തെ സാമീപ്യത്തിലും. അതുകൊണ്ട് ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി. ചിരതരം വളരെ നേരം, ന ആസ്തേ, ആസ്തേ എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഉണ്ടാവുക എന്നൊക്കെ. ന ആസ്തേ ഉണ്ടായിരിക്കുന്നില്ല വളരെ നേരം. എവിടെ? സ്വഭക്തേഷു അപി സ്വന്തം ഭക്തന്മാരുടെ അടുത്ത്. അതായത് ഭഗവാന്റെ മനോഹര ശരീരത്തിലും അവിടുത്തെ മനോഹര ദേഹവും അവിടുത്തെ സാമീപ്യവും സ്വന്തമായി കിട്ടിയിട്ടും സമ്പദ് സ്വരൂപിണിയായ ലക്ഷ്മി ദേവി ആ ഭഗവാന്റെ സാമീപ്യത്തിൽ അത്യധികം അനുരക്തയായിരിക്കുന്നതിനാൽ ഭഗവാനെ വിട്ടുപിരിയാനുള്ള മടി കൊണ്ട് എപ്പോഴും ഭഗവാന്റെ അടുത്തു തന്നെ സ്ഥിരമായി വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ അടുത്ത് വളരെ നേരം സ്ഥിരമായി നിലനിൽക്കുന്നില്ല. ഇനി അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. തേനാസ്യ, തേന അതുകൊണ്ട് തന്നെ, ആസ്യ അവൾക്ക്, ലക്ഷ്മി ദേവിക്ക്, ബദ കഷ്ടം വളരെ കഷ്ടമാണ്, അച്യുത വിഭോ നാശമില്ലാത്തവനായ ഭഗവാനെ, ത്വദ്രൂപമാനോജ്ഞക ത്വദ്രൂപം അങ്ങയുടെ രൂപം. എങ്ങനെയുള്ള രൂപം? മനോജ്ഞമായ രൂപം, മാനോജ്ഞകം. അപ്പോൾ മനോഹരമായ അങ്ങയുടെ രൂപത്തിലുള്ള പ്രേമസ്ഥൈര്യമയാത് സ്ഥിരമായ പ്രേമം, മയാത് കാരണം പ്രേമസ്ഥൈര്യം കൊണ്ട്, അചാബലബലാത് അതായത് അങ്ങയിലുള്ള പ്രേമം സ്ഥിരമാണ്, അവിടെ ചാബല്യമില്ല. അപ്പോൾ ചാബല്യമില്ലായ്മ എന്ന ആ ബലം കൊണ്ട് എന്തു സംഭവിക്കുന്നു? ചാബല്യ വാർത്ത ഉദഭൂത്. ദേവി ചപലയാണെന്നൊരു വാർത്ത ഉണ്ടായിരിക്കുന്നു. എവിടെ? ഭക്തന്മാരുടെ ഇടയിൽ. ഭഗവാന്റെ അടുത്ത് സ്ഥിരതയുള്ളവളായിട്ടിരിക്കുന്നു, എന്നാൽ അതുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ അടുത്ത് എപ്പോഴും വസിക്കുന്നില്ല. അപ്പോൾ ഭക്തന്മാരെന്താണ് പറയുന്നത്? ദേവി അസ്ഥിരയാണ്, ദേവി എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വസിക്കുന്നില്ല, ശ്രീഭൂവിൽ അസ്ഥിര എന്നൊക്കെ ചീത്തപ്പേരുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം 4 വരികളുടെ അർത്ഥം ഒരുമിച്ച് പറയാം. മുൻപുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ അത്യധികം മാധുര്യ മനോഹരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം സ്വന്തമായി കിട്ടിയിട്ടും സമ്പദ് സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി ദേവി
ഭഗവാന്റെ സാമീപ്യത്തിലും ആ ദേഹത്തിലും അത്യധികം അനുരക്തയായതിനാൽ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വിഷമം കൊണ്ട് വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ സ്ഥിരമായി വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ തൻ്റെ ഭക്തന്മാരുടെ അടുത്ത് ദേവി അധിക നേരം ഇരിക്കുന്നില്ല, ഇല്ലാത്തവളായിരിക്കുന്നു. അവിടുത്തെ മനോജ്ഞ രൂപത്തിലുള്ള പ്രേമസ്ഥൈര്യം കൊണ്ട് ദേവി അങ്ങയുടെ അടുത്ത് തന്നെ സ്ഥിരതയുള്ളവളായിരിക്കുന്നതിനാൽ തന്നെ തൻ്റെ സ്വന്തം ഭക്തന്മാരുടെ ഇടയിൽ ദേവിക്ക് അസ്ഥിര എന്ന ചീത്തപ്പേരിന് ഇടയാക്കിയിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്തൗദഭൂത്. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.